ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. കാര്യം ഇതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ വന്നതുകൊണ്ട് മാത്രം, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാര്യം നമ്മളെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന നടത്തി. മറ്റൊന്നുമല്ല, എല്ലാവരും കണ്ടതാണ്, സോഷ്യൽ മീഡിയയിലും യുവ വാർത്തകളിലും എല്ലാവരും കണ്ടതാണ്. DYFIക്കാർ കൊടി വെച്ചിട്ട് പൊതുവിതരണം നടത്തുന്നു, ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരൊരു പ്രസ്താവന നടത്തിയത്. അത് പാടില്ല, കമ്മ്യൂണിറ്റി കിച്ചൺ വഴി മാത്രമേ പാടുള്ളൂ എന്നാണ് ആരോഗ്യമന്ത്രി നമ്മളൊന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളോട് എനിക്കൊരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇതൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഈ സർക്കാർ നമ്മോട് ഇത് പറയുന്നതെങ്കിൽ നമുക്കിത് അംഗീകരിക്കാൻ പറ്റും. രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ മറ്റൊരു രീതിയിൽ ഒന്നും ചിന്തിക്കാതെ സാധാരണപ്പെട്ട ഒരാൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇന്ന് എല്ലാ ഹോസ്പിറ്റലും, ജില്ലാ ഹോസ്പിറ്റലുകൾ, അത് മെഡിക്കൽ കോളേജുകളിൽ, താലൂക്ക് ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും നമ്മുടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സേവാഭാരതി നടത്തുന്നുണ്ട്, DYFIക്കാർ നടത്തുന്നുണ്ട്, ചാരിറ്റബിൾ സൊസൈറ്റികൾ നടത്തുന്നുണ്ട്, ചർച്ചിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. നമ്മൾ പലയിടത്തും പല രീതിയിലും കാണുന്നതാണ്. ഉച്ചഭക്ഷണ വിതരണം, അല്ലെങ്കിൽ 10 മണിക്ക് കഞ്ഞി, പയർ, അങ്ങനെയുള്ള വിതരണം കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. ഞാൻ അനുഭവസ്ഥനാണ്, മെഡിക്കൽ കോളേജിൽ ഞാനും വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയാൻ കാര്യം. അന്നിപ്പോൾ ഇവിടെ വാങ്ങിക്കുന്നവർ, ഈ ഉച്ചഭക്ഷണം വാങ്ങിക്കുന്നവർ പാവപ്പെട്ടവരുണ്ട്, നിർധനരുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. ഒരു ഉച്ചഭക്ഷണം ഒരാൾ വിതരണം ചെയ്യുമ്പോൾ അവൻ ഒരു ദൈവതുല്യനായിട്ട് ഒരാളെ കാണുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DYFIക്കാർ പ്രവർത്തകർ അവർ ഇപ്പം ഞാൻ എടുത്തു പറയാൻ DYFIക്കാർ നമ്മുടെ മന്ത്രി ഇത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തു പറയുന്നത്. DYFIക്കാരെ മാത്രമാണ് അവർ ഉന്നം വെച്ചാണ് സംസാരിക്കുന്നത്, രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ തന്നെയും ഈ ഒരു അന്നം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മഹത്തായ കാര്യമാണ്. അതൊരു കൊടുക്കുന്ന ഒരാളെ വാങ്ങിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ആ സമയം, ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടതാണ്. കൊടുക്കുന്ന ഒരാൾക്കായാലും വാങ്ങിക്കുന്ന ഒരാൾക്ക്. എൻ്റെ വീട്ടിൽ നിന്നും പൊതി കൊടുക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലും പൊതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ചമ്മന്തി അല്ലെങ്കിൽ മെഴുക്കുവരട്ടി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അച്ചാർ അല്ലെന്നുണ്ടെങ്കിൽ എന്തായിക്കോട്ടെ, ഒരു മുട്ട പൊരിച്ചതായിക്കോട്ടെ, ഞാൻ കഴിക്കുന്ന അതേ ആഹാരം തന്നെ എൻ്റെ വീട്ടിലും വാഴയില വെട്ടി അത് വാട്ടി അതിൽ എൻ്റെ അമ്മയും പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ മാത്രമല്ല, ഈ കേരളത്തിലെ എല്ലാ വീടുകളിലും കൊടുക്കുന്നുണ്ട്, എല്ലാ വീടുകളിലും കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റൊരു കാര്യങ്ങളോ നോക്കിയല്ല. എന്നവർ വീട്ടിൽ നിന്ന് തന്നെ ചേച്ചി നാളെ ഒരു പൊതി തരണേ, അല്ലെ ചേട്ടാ നാളെ ഒരു പൊതി തരണേ എന്ന് പറയുമ്പോൾ കൊടുക്കത്തില്ലെന്ന് ആരും പറയത്തില്ല. ഇല്ലാത്തവനും കൊടുക്കും, ഉള്ളവനും കൊടുക്കും, എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന പൊതി എന്ന് പറഞ്ഞാൽ അവർ ചിന്തിച്ച് കൊടുക്കുന്ന, വളരെ ശ്രദ്ധയോടുകൂടി അത് പൊതിഞ്ഞ് കൊടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇതിൽ നിന്ന് ഒരാളുടെ വിശപ്പ് മറ്റൊന്നും കൊണ്ടല്ല. നമുക്കൊരാൾക്ക് 10,000, 1000 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരാളുടെ വിശപ്പിന് അകറ്റാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹത്തായ കാര്യം. എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ. കാര്യം ഈ കേരള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട സമയമാണിത്. കാര്യം ഈ ഒരു പ്രവർത്തനത്തെ തടയുക എന്ന് പറയുന്നത്, അവർ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി കൊടുക്കാമെന്ന് പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇവർ ബദൽ സംവിധാനം എന്തുകൊണ്ട് സർക്കാർ പറയുന്നില്ല, ഞങ്ങൾ കൊടുത്തോളാം, കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങളുടെ ഒരു ഭക്ഷണം പൊതി കാര്യങ്ങൾ ഇവിടെ ആവശ്യമില്ല എന്നുകൊണ്ട് അവരെന്തുകൊണ്ട് പറയുന്നില്ല? അവരത് പറയുന്നുണ്ടോ? ഇല്ല. അതിന് പകരം അവർ നിഷ്പക്ഷമായിട്ട് അവർ പറയുകയാണ് DYFIക്കാർ എന്ന ഒരു ഉന്നം വെച്ച് തന്നെ സംസാരിക്കുകയാണ്. പല ചാരിറ്റിക്കാരും പലരും കൊടുക്കുന്നുണ്ട് അല്ലേ, ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ കാണുന്നതല്ലേ, ഇതെല്ലാം നമ്മൾ കാണുന്നതല്ലേ. പക്ഷെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തിന് വേണ്ടിയിട്ട് മാത്രം, ഏറ്റവും കൂടുതൽ വിശപ്പാണല്ലോ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ, ഒരുപാട് പേരുടെ കണ്ണുനീര് കാര്യങ്ങൾ എല്ലാവരും നമ്മൾ കാണുന്നതാണ്. ഇപ്പം ബൈസ്റ്റാൻഡർമാർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവർ, ഇവർക്കാർക്കും വെളിയിൽ പോയി ഭക്ഷണം വാങ്ങിക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ സാമ്പത്തികം അതനുസരിച്ച് ഒരു മാസം കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവർക്ക് ഒരു പണിക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒരു വരുമാനമുണ്ടോ? ഇല്ല. അയാളുടെ കൂടെ വയ്ക്കുന്ന ബൈസ്റ്റാൻഡർ, അയാൾക്ക് ഒരു വരുമാനമുണ്ടോ? അയാൾക്ക് മറ്റൊരു എന്തെങ്കിലും കാര്യം ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. 1-1.5 മാസം കൊണ്ട് മെഡിക്കൽ കോളേജിലും മറ്റു ഹോസ്പിറ്റലിലും കിടക്കുന്നവരാണ് അവരാണ് ഈ ഭക്ഷണങ്ങൾ വാങ്ങിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനൊരു ജാതിമതമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. ഒരു രാഷ്ട്രീയം ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു സംഘടനയും ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യമില്ല. പിന്നെ വെച്ചാൽ ഇവർ രാഷ്ട്രീയപരമായിട്ട് മാത്രമാണ് ഇവർ സംസാരിക്കുന്നത്. ഇതിൻ്റെ ബദൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയട്ടെ, നിങ്ങളുടെ പൊതി ഞങ്ങൾക്ക് ആവശ്യമില്ല, കമ്മ്യൂണിറ്റി കിച്ചൺ വഴി സർക്കാർ കൊടുക്കാം. എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാർ കൊറോണ സമയത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിയില്ലേ? അവർ ഭക്ഷണം കൊടുത്തില്ലേ? സർക്കാരിൻ്റെ വകയായിട്ടല്ലേ ഭക്ഷണം കൊടുത്തേ? അന്ന് ആരും വിശന്ന് കിടക്കാൻ പാടില്ല എന്നൊരു ആ ഒരു നിഗമനത്തിനാണ് അവർ ഭക്ഷണം കൊടുത്തത്. എന്തുകൊണ്ട് ഇത് പറയുന്ന ഒരാൾക്ക് ഇപ്പോഴത്തെ ഈ സർക്കാരിന് എന്തുകൊണ്ട് ഇത് പറയാൻ പറ്റുന്നില്ല? നിങ്ങളുടെ ഒരാവശ്യവും ഞങ്ങൾക്കില്ല, ആരും പുറമെ നിന്ന് ഒരു പൊതിച്ചോറ് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഞങ്ങൾ ഫുഡ് കൊടുത്തോളാം, എന്തുകൊണ്ട് പറയുന്നില്ല? ചിന്തിക്കേണ്ട സമയമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഇത്രയും മോശമായിട്ട്, വളരെ പരാമർശമായിട്ട് രീതിയിൽ സംസാരിച്ച് അത്രയും മോശമായിട്ടുള്ള രീതിയിലൂടെ ഭരണം നടത്തി കഴിച്ചുകൊണ്ടിരിക്കും. വെറും 2 മാസം കൊണ്ട് ഏതെല്ലാം കൂടെ അനുഭവിച്ചു. ഞാൻ രാഷ്ട്രീയമല്ല ഇവിടെ പറയുന്നത്, എന്നാൽ തന്നെ ഞാൻ പറയുകയാണ്, ഏതെല്ലാം ഇപ്പം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാവരും ഞാൻ അക്കവട്ടക്കോട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നില്ല, നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചിന്തയും വിവേചനവും എല്ലാം ഉള്ള ആൾക്കാരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ. ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക.
ഓക്കെ.